ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിലെ ഏഞ്ചലിന്റെയും ഇവന്റെയും കൂടിയാണ്. മണ്ടത്തരങ്ങളൊക്കെ കെട്ടിയത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്ലാസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് CU. പോസിറ്റീവ് ആണത്. ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു, ഭയങ്കര സപ്പോർട്ടീവ്. വേറെ കുറെ യൂണിവേഴ്സിറ്റീസ് ആയാലും അവർക്ക് ടീച്ചേഴ്സ് അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. USMLE ഗ്രാജുവേറ്റ് ആയ ടീച്ചേഴ്സ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് USMLEയിലേക്ക് പോകാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അവർ പറയാറുണ്ട് ക്ലാസ് എടുക്കുന്ന USMLE റെഫറൻസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, കാരണം അത് USMLE ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിനിക്കൽ കേസസ് ഒക്കെ എക്സാംസിന് വരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇപ്പം കഴിഞ്ഞ ഇവർ പഠിക്കുന്നവരെ അവിടെ USMLE അവർ ഒഫീഷ്യലി USMLE ആയിട്ടുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നില്ല, ഇപ്പൊ അതും കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തേക്കുന്നത്. ഓരോ ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടാവും അസസ്മെന്റിന്? നല്ല അടിപൊളി ലൈബ്രറി ഇല്ല അവിടെ, അപ്പൊ അത് യൂസ് ചെയ്യാറുണ്ടോ? അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ജോർജിയൻ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, പക്ഷെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കരുത്. അപ്പൊ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങണത്? സത്യം പറഞ്ഞില്ലേ, അപ്പാർട്ട്മെന്റിലാണോ ഹോസ്റ്റലിലാണോ ബെറ്റർ? ശരിക്കും $500 താഴെ അപ്പാർട്ട്മെന്റോട് കിട്ടാനില്ല. 350 ജോർജിയ പൊതുവെ സേഫ് ആണെന്നാണ് തോന്നുന്നത്. മനുഷ്യന്മാരോട് പേടിക്കേണ്ട കാര്യമില്ല. എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പഠിക്കാൻ താല്പര്യം വന്നാൽ മതി. കഴിഞ്ഞ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താ തോന്നുന്നത്? അന്ന് കേട്ടതൊക്കെ ശരിയാണോ? യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയത്?